ഗൾഫ് ലൈഫ് ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് ദുബായിലേക്കൊന്ന് പോകാം. അവിടെ MCA നാസർ നമ്മളെ കാത്ത് നിൽപ്പുണ്ട്. MCA, എന്താണ് ദുബായിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറയുകയാണ്, MCA നാസറിനെ കാണുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. കാരണം എപ്പോഴും പുഞ്ചിരിയോട് കൂടെ തന്നെയാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് കാണുമ്പോൾ തന്നെ വലിയൊരു പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത് എന്ന് എൻ്റെ ദുബായിലുള്ള ഒരു സുഹൃത്ത് ഇങ്ങനെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഇനി നമുക്ക് വാർത്താലോകത്തെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഇന്ന് അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത് ഈ പ്രതിരോധ മേഖലയിൽ സഹകരണം വിപുലപ്പെടുത്താൻ ഇന്ത്യ UAE തീരുമാനം എന്നുള്ളതാണ് ഒരു സുപ്രധാന വാർത്ത അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ എന്താണ് ഇന്ന് ഗൾഫ് ലൈഫിലെ പ്രേക്ഷകർക്കായി നൽകാൻ കഴിയുന്ന അവിടുത്തെ വിശേഷങ്ങൾ? പ്രതിരോധ മേഖലയിലേക്ക് കൂടുതൽ സഹകരണം വ്യാപിപ്പിക്കാൻ ഇന്ത്യയും അതോടൊപ്പം തന്നെ UAEയും തീരുമാനിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇതിൻ്റെ ഭാഗമായി അബുദാബിയിൽ രണ്ട് രാജ്യങ്ങളുടെയും പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗം ചേരുകയും കുറെ കൂടി വികസിച്ച അവസ്ഥയിലേക്ക് ഈ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുകയുമായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംയുക്ത അഭ്യാസ പ്രകടനങ്ങൾ കുറെ കൂടി സ്ഥിരം സ്വഭാവത്തിൽ തുടരാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പരിശീലന ഭാഗമായി ഈ വിദഗ്ധരുടെ വിനിമയം എന്നത് കുറെ കൂടി ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം കൂടി കൈക്കൊണ്ടിട്ടുണ്ട്. കാരണം ഈ ഗൾഫ് മേഖല നേരിടുന്ന ഏറ്റവും വലിയ സംഘർഷപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിൽ ഇന്ത്യക്ക് ഈ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ പ്രതിരോധ രംഗത്ത് UAEയുമായിട്ട് ചേർന്ന് ചെയ്യാൻ സാധിക്കുമെന്ന ഒരു വിലയിരുത്തൽ കൂടിയാണ് അബുദാബി യോഗത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഏതായാലും 12ാമത് യോഗമാണ് പ്രതിരോധ വകുപ്പുകളുടെ സംയുക്ത സമിതി ഇന്ന് ചേർന്നിരിക്കുന്നത്. ആ ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങൾ വളരെ സമയബന്ധിതമായി തന്നെ നടപ്പാക്കാനുള്ള ഒരു നീക്കം കൂടി ഉണ്ടാകുമെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ UAE സംബന്ധിച്ചിടത്തോളം സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. കാരണം നമുക്ക് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ ജസ്റ്റിസ് ആൻഡ് ഡിഗ്നിറ്റി എന്ന പേരിൽ ഒരു ഗൂഢസംഘം പ്രവർത്തിച്ചിരുന്നതായിട്ട് നേരത്തെ തന്നെ അധികൃതർ കണ്ടെത്തി. അങ്ങനെ നിരവധി പേരെ അറസ്റ്റിലായിരുന്നു. അവരുടെ വിചാരണ നടപടികൾ പിന്നിട്ട മാസങ്ങളിലൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ അബുദാബി ഫെഡറൽ അപ്പീൽ കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഒരു വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുപ്രകാരം 53 പേർക്കാണ് ഈ സംഘടനയുമായിട്ട് UAEക്ക് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ UAEയുടെ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തി എന്ന ആരോപണം രൂപപ്പെട്ടൊരു സാഹചര്യത്തിൽ ആ സംഘടനയുമായി ബന്ധപ്പെട്ട 53 പേർക്കെതിരെ തടവ് ഉൾപ്പെടെയുള്ള ശിക്ഷാവിധികളാണ് കോടതി ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ 43 പേർക്ക് ജീവപര്യന്തം തടവായിരിക്കും ലഭിക്കുക. മറ്റുള്ളവർക്ക് 10 മുതൽ 15 വർഷത്തേക്കായിരിക്കും തടവ് ലഭിക്കുക എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 6ഓളം സ്ഥാപനങ്ങൾ ഇവർക്ക് ഫണ്ട് നൽകുകയും ഇത്തരമൊരു സംഘടനയ്ക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ട് അടച്ചുപൂട്ടും. അതുമാത്രമല്ല 20 മില്യൺ ദിർഹം അവരിൽ നിന്ന് ഫൈനായിട്ട് ഈടാക്കാനുള്ള ഒരു തീരുമാനം കൂടി അറിയിച്ചിട്ടുണ്ട്. വളരെ പിന്നിട്ട കുറേ ആഴ്ചകളായി മാസങ്ങളായി തുടർന്നു വരുന്ന വിചാരണ നടപടികൾക്കൊടുവിലാണ് ഈ 53 പേർ കുറ്റക്കാരാണെന്നും അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ള ഈ വിധിന്യായം ഇന്ന് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ദുബൈയിൽ ഏറ്റവും വലിയ ഒരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഹബ്ബായിട്ട് അത്തരമൊരു ഹബ്ബിന് രൂപം നൽകാനുള്ള ഒരു തീരുമാനം ഈ ദുബൈ ഭരണാധികാരി കൂടിയായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് DP വേൾഡും ദുബൈ മുനിസിപ്പാലിറ്റിയും ചേർന്നുകൊണ്ട് സംയുക്ത സ്വഭാവത്തിലായിരിക്കും ഈ പദ്ധതി വിഭാവന ചെയ്യുന്നത്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ മുൻനിരയിലേക്ക് എത്തുന്ന ഒരു ഹബ്ബായിട്ട് അത്തരമൊരു കേന്ദ്രമായിട്ട് ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സംവിധാനം മാറും എന്നുകൂടി അധികൃതർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗതാഗത രംഗത്ത് വലിയ തോതിലൊരു മുന്നേറ്റം നടത്താൻ ദുബൈക്ക് സാധിച്ചു എന്നൊരു റിപ്പോർട്ട് കൂടി ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. കാരണം പിന്നിട്ടൊരു വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ അപകടങ്ങളിൽ 93% കുറവ് രേഖപ്പെടുത്താൻ ദുബൈക്ക് സാധിച്ചിരിക്കുന്നു. ഇത് വെറുതെ ഉണ്ടായൊരു നേട്ടമല്ല. അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ തോതിൽ തന്നെ വികസിപ്പിക്കുകയും ഏതാണ്ട് നിരന്തരം അപകടമുണ്ടാകുന്ന ഏതാണ്ട് 29ഓളം കേന്ദ്രങ്ങൾ കണ്ടെത്തി വളരെ സമർത്ഥമായിട്ട് വളരെ ശാസ്ത്രീയമായ സ്വഭാവത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ് ഈ അപകടരഹിതമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ദുബൈക്ക് സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം പ്രക്രിയകൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനമെന്നുകൂടി ദുബൈ RTA ഇന്ന് ഔദ്യോഗികമായി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. കാരണം അപകടങ്ങൾ ഏറ്റവും കുറഞ്ഞൊരവസ്ഥയിലേക്ക് ദുബൈയെ എത്തിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഏതാണ്ട് 93% അപകട നിരക്ക് കുറയ്ക്കാൻ സാധിച്ചു എന്നത് ഒരു വലിയ നേട്ടമായി കൂടി ദുബൈ നേതൃത്വം വിലയിരുത്തുകയാണ്. അതുകൊണ്ട് അത്തരം നീക്കങ്ങൾ കുറെ കൂടി ചടുലമാക്കി മുന്നോട്ട് കൊണ്ടുപോകുമെന്നുകൂടി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്.